പെൺകുട്ടികൾ ഒരു വീടിന്റെ ഐശ്വര്യമാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്, അല്ലെങ്കിൽ നമ്മളത് കേൾക്കാറുണ്ട്, അല്ലേ? അപ്പോൾ പെൺകുട്ടികൾ എന്ന് പറയുമ്പോൾ ഒരു നാടിന് തന്നെ ഐശ്വര്യമാണെങ്കിലും ഇത് പറയുവാൻ കാരണം നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാറായ മഞ്ജു വാര്യർ. നമുക്കറിയാം, മഞ്ജു വാര്യരും ജനപ്രിയ നായകനായ നടൻ ദിലീപുമായി വർഷങ്ങളോളം പ്രേമിച്ച് വിവാഹം കഴിച്ച് സുഖമായി കുടുംബജീവിതം നയിച്ചു പോരുന്ന ഒരു കാഴ്ച നമ്മളെല്ലാവരും കണ്ടുകൊണ്ടിരുന്നതാണ്. പക്ഷെ അതിനുശേഷം നടി കാവ്യ മാധവന്റെ രംഗപ്രവേശത്തോടുകൂടി ഉണ്ടായ പ്രശ്നങ്ങളും, എന്താ പറയുന്നേ, വലിയ കോളിളക്കങ്ങൾ തന്നെ സൃഷ്ടിച്ച സംഭവ വികാസങ്ങൾ പിന്നീട് ഉണ്ടാകുകയാണ് ചെയ്തത്. പക്ഷെങ്കിൽ വർഷങ്ങളോളം ദിലീപിന്റെ കൂടെ കഴിഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട നടി മഞ്ജു വാര്യര് കാലാകാലങ്ങളായിട്ട്, അതായത് കുറേ വർഷങ്ങളോളം വീട്ടിൽ തന്നെ ഇരുന്ന് കലാപരമായ വാസനകളൊക്കെ വേണ്ടെന്ന് വെച്ച് കുടുംബജീവിതത്തിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുടുംബത്തിന്റെ ഭദ്രത നോക്കി, അല്ലെങ്കിൽ കുടുംബത്തിന്റെ സന്തോഷത്തിന് വേണ്ടി എല്ലാ കലാപരമായ കാര്യങ്ങളും ഉപേക്ഷിച്ച് തന്നെ കുടുംബം നോക്കി പോകുന്ന ഒരു ആളാണ് നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാറായ മഞ്ജു വാര്യർ. പക്ഷേ കുടുംബജീവിതത്തിലുണ്ടായ ഒരു തകർച്ചയെ തുടർന്ന് മഞ്ജു വാര്യർ കുറേ നാടുകളായിട്ട് വളരെ ദുഃഖിതയായിട്ട്, നമുക്കറിയാം, വലിയ കുടുംബപരമായ പ്രശ്നങ്ങൾ നേരിടുമ്പോൾ സ്ത്രീകൾക്കുണ്ടാകുന്ന മാനസിക വിഷമവും, പിന്നീട് അതുമായി ബന്ധപ്പെട്ട, എന്താ പറയുന്നേ, വളരെ അധികം ഉള്ള ഒരു കലാപരമായ കഴിവുകളൊക്കെ വേണ്ടെന്ന് വെച്ച് ഇരുന്ന നമ്മുടെ മഞ്ജു വാര്യര് ഇതുപോലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് നമ്മൾ കണ്ടത് നമുക്കെല്ലാവർക്കും, അതായത് മഞ്ജു വാര്യരെ സ്നേഹിക്കുന്ന, ആരാധിക്കുന്ന നമുക്കെല്ലാവർക്കും വിഷമം തരുന്ന ഒരു കാര്യങ്ങൾ തന്നെയായിരുന്നു. പക്ഷെ പിന്നീടുണ്ടായ അതിനെ അതിജീവിച്ച്, അല്ലേ, ഇത് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ബാധിക്കുന്നില്ല എന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ സമൂഹത്തിന് നല്ല മോട്ടിവേഷൻ ഉണ്ടാക്കി തരുന്ന, എന്താ പറയുന്നേ, ഓരോ പെൺകുട്ടിക്കും ഓരോ സ്ത്രീക്കും ശക്തമായ ഒരു സ്ത്രീ കഥാപാത്രത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു രംഗമാണ് മഞ്ജു വാര്യരിൽ നിന്നും നമുക്ക് പിന്നീട് കാണാൻ കഴിഞ്ഞത്. കാവ്യ മാധവനെ വിവാഹം ചെയ്തതിന് ശേഷമുണ്ടായ ഓരോ പ്രശ്നങ്ങളും, അല്ലെങ്കിൽ ഓരോ വിവാദങ്ങളും നമ്മളെല്ലാവരും കേട്ടുകൊണ്ടിരുന്നതാണ്. ഓരോ സ്റ്റെപ്പ് കയറുമ്പോഴും മഞ്ജു വാര്യരുടെ ആ തിരിച്ചുവരവിനെ വളരെ സ്നേഹത്തോടെയും ബഹുമാനത്തോടെയും ഒക്കെയാണ് ആളുകൾ നേരിട്ടത്. അങ്ങനെയുള്ള മഞ്ജു വാര്യരുടെ ഓരോ ചലനങ്ങളും നമ്മൾ വീക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മളത് ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം, നമുക്ക് ഓരോ വ്യക്തികൾക്കും സ്വന്തമായി ഉള്ള ഒരു, എന്താ പറയുന്നേ, സേഫ്റ്റി, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഹാപ്പിനെസ്, അത് മറ്റുള്ളവരിൽ നിന്നും ഒരാളിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുന്ന സന്തോഷമായിരിക്കരുത് നമ്മളിൽ ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത്. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തുള്ള ജീവിതത്തിലുള്ള സന്തോഷങ്ങളെക്കാൾ ഏറ്റവും മൂല്യങ്ങൾ, അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് സ്വയം നമ്മൾ ആരാണ്, നമ്മൾ എന്താണ് എന്ന് സ്വയം തിരിച്ചറിയുക. അത് മറ്റുള്ളവർക്ക് വേണ്ടി അടിയറ വെക്കാനുള്ളതല്ല എന്ന്. നമ്മുടെ ജീവിതം നമ്മളാണ് തീരുമാനിക്കുന്നത്. എവിടെ നിൽക്കണം, എങ്ങോട്ട് ചലിക്കണം, എന്തായിത്തീരണം എന്നുള്ള ഒരു കാഴ്ചപ്പാട് നമ്മുടെ മഞ്ജു വാര്യർ നമുക്ക് തന്ന ഒരു വലിയ ഒരു മോട്ടിവേഷൻ തന്നെയാണ്. ഓരോ സ്ത്രീകൾക്കും, ഓരോ പെൺകുട്ടികൾക്കും, അല്ലെങ്കിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഓരോ ആളുകൾക്കും ഒരു ഒരു എന്താ പറയുന്നേ, ഒരു ശക്തമായി തന്നെ അതിനെ ഒരു വളരെ നല്ല രീതിയിലാണ് മഞ്ജു വാര്യർ ഇപ്പോൾ ഉള്ള തിരിച്ചുവരവ്. ഓരോ സിനിമയിലാണെങ്കിലും, സിനിമാ കഥാപാത്രങ്ങളിലാണെങ്കിലും, ഇന്റർവ്യൂകളിലാണെങ്കിലും, അല്ലെങ്കിൽ എന്താ പറയുക, സ്വയം യാത്ര ചെയ്യുന്ന ഒരു സ്വഭാവം, അല്ലേ? മറ്റുള്ളവർക്ക് ഇല്ലാത്ത കുറേ നല്ല കാര്യങ്ങൾ മഞ്ജു വാര്യർക്ക് ചെയ്യുവാൻ കഴിഞ്ഞു എന്നുള്ളത് നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. സ്ത്രീ കഥാപാത്രങ്ങൾക്ക് പ്രാധാന്യം നൽകുന്ന ഓരോ ചലനങ്ങളും, അല്ലെങ്കിൽ അവരുടെ ഓരോ കാര്യങ്ങളും എടുത്ത് ചിന്തിച്ച് പ്രവർത്തിച്ച് ഓരോ വാക്കുകളിലൂടെയും അവർക്ക് നേർവഴി കാണിച്ചു കൊടുക്കുന്ന ഓരോ രംഗങ്ങളുമാണ് മഞ്ജു വാര്യരിൽ നിന്ന് നമുക്ക് യഥാർത്ഥത്തിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയധികം മറ്റുള്ളവർക്ക് ഒരു, എന്താ പറയുക, പ്രചോദനമാകുവാനായിട്ട് ഏത് നടികൾക്കാണ് കഴിഞ്ഞിട്ടുള്ളത്? ഓരോ ആൾക്കാരും ഒരു പ്രശ്നങ്ങൾ, ചെറിയതും വലുതുമായ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് മാനസികമായി തകർന്ന് അവിടെ ഒന്നുമല്ലാത്ത രീതിയിലാകുന്ന ചില സ്ത്രീകളെ നമ്മൾ കാണാറുണ്ട്. ബൈക്ക്, വലിയ വലിയ ആഡംബര കാറുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ വലിയ പുതിയ ഫാഷനിലുള്ള ബൈക്കുകൾ ഉപയോഗിക്കുക, സ്വന്തമായി ഡ്രൈവ് ചെയ്ത് സ്വന്തമായി തനിക്ക്
മറ്റുള്ളവർക്ക് കിട്ടാത്ത അസുലഭ നിമിഷങ്ങളിൽ കൂടിയാണ് നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർ കടന്നു പോകുന്നത് എന്ന് കേരളത്തിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനകരമായ എടുത്തു പറയാൻ പറ്റിയ കാര്യങ്ങൾ തന്നെയാണ്. കുടുംബജീവിതത്തിന്റെ ഒരു ഭദ്രത നഷ്ടപ്പെട്ടപ്പോൾ, അല്ലെങ്കിൽ കുടുംബജീവിതം ഭദ്രമാണെന്ന് ചിന്തിക്കുന്ന പല സ്ത്രീകളുടെയും കാവ്യ മാധവൻ പോലുള്ള ഓരോ സ്ത്രീകളും ചിന്തിക്കുന്ന ആ കുടുംബജീവിതത്തിന്റെ ഭദ്രതയെക്കുറിച്ച്, അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവർ അറിയാതെ പോകുന്ന കുറെ കാര്യങ്ങളുണ്ട്. എന്താ അവർക്ക് ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും, അവർക്ക് നേടാൻ കഴിയാത്ത പല കാര്യങ്ങളും ഒറ്റയ്ക്ക് നേടിയെടുത്ത ഒരു വ്യക്തിയാണ്, സ്ത്രീ ശക്തിയെയാണ് നമ്മുടെ ലേഡി സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യരിൽ നിന്ന് നമ്മൾ നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ. നടിയെ ആക്രമിച്ച കേസ് വന്നപ്പോഴും ആദ്യമേ പ്രതികരിച്ചത് നമ്മുടെ മഞ്ജു വാര്യർ തന്നെയാണ്. ആ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന ഓരോ സത്യസന്ധതയും, അല്ലെങ്കിൽ എന്ത് പ്രവർത്തനമാണ് അവിടെ നടത്തേണ്ടത് എന്നുള്ള ഓരോ ആൾക്കാർക്കും യാഥാർത്ഥ്യത്തിൽ കൂടി കടന്നു പോകുന്ന, അല്ലെങ്കിൽ സത്യസന്ധതയ്ക്കും വില കൊടുക്കുന്ന, അർഹതപ്പെട്ട ആർക്കാണോ നീതി ലഭിക്കേണ്ടത് അവരോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ച നമ്മൾ നേരിട്ട് കണ്ടിരിക്കുന്നു. അവിടെ സ്വന്തങ്ങൾക്കോ ബന്ധങ്ങൾക്കോ അല്ലെങ്കിൽ രക്തബന്ധങ്ങൾക്കോ യാതൊന്നും വില ഇല്ലാത്ത, സത്യം എവിടെയാണ് ജയിക്കേണ്ടത്, നീതി എവിടെയാണ് നടപ്പിലാക്കേണ്ടത് എന്നുള്ള രീതിയിലാണ് നമ്മുടെ മഞ്ജു വാര്യർ അപ്പോഴും പ്രതികരിച്ചത്. അത് എത്രമാത്രം പ്രാബല്യത്തിൽ വന്നു, അത് എത്രമാത്രം മുഖവിലക്കെടുത്തു, അല്ലെങ്കിൽ അത് എത്രമാത്രം പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം തന്നെയാണ്. പക്ഷെങ്കിൽ പറയേണ്ട സമയത്ത് പറയേണ്ട കാര്യം പറയേണ്ടവരോട് തുറന്നു പറയുന്ന ഒരു രീതിയാണ് നമുക്കെല്ലാവർക്കും മാതൃകയായിട്ടുള്ള നമ്മുടെ പ്രിയ നടി മഞ്ജു വാര്യർക്കുള്ളത് എന്ന് നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞ കാര്യങ്ങളാണ്. ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് നമുക്കറിയാം, പലർക്കും ഒരു എന്താ പറയുക, മടി, അല്ലെങ്കിൽ ഭയം, അല്ലെങ്കിൽ ധൈര്യക്കുറവ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ നിരന്തരം സ്ത്രീകളിൽ കണ്ടുവരാം. അതിനൊക്കെ വിപരീതമായിട്ട്, അതിനൊക്കെ വ്യത്യസ്തമായ രീതിയിൽ വളരെ ഡിഫറൻസ് ആയിട്ടുള്ള ഒരു ജീവിതം നയിച്ചു പോകുന്ന, വളരെ ഹാപ്പിനെസ് ആയിട്ട്, ആരെയും ഭയക്കാതെ, അല്ലെങ്കിൽ ആരുടെയും വാക്കുകൾക്ക് കേൾക്കേണ്ട കാര്യങ്ങൾ കേൾക്കാറുണ്ട്, എല്ലാവരോടും കേൾക്കേണ്ട കാര്യങ്ങൾ സമയാസമയത്തിന് കേൾക്കാറുണ്ട്, പറയാറുണ്ട്, പ്രതികരിക്കാറുണ്ട്, സംസാരിക്കാറുണ്ട്. ആക്ട് ഉള്ള സമയത്ത്, സിനിമയിൽ അഭിനയിക്കേണ്ട സമയത്ത് സിനിമയിൽ അഭിനയിക്കും, പാട്ട് പാടേണ്ട സമയത്ത് പാട്ട് പാടിയും, ആടിയും പാടിയും എന്ന് തന്നെ പറയാം. ആടിയും പാടിയും സന്തോഷം കണ്ടെത്തി, സ്വന്തമായി സന്തോഷം കണ്ടെത്തി എന്നുള്ളതാണ് ഏറ്റവും പറയാൻ ഒരു കാര്യം തന്നെ. മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്തല്ല, ഒരാളുടെ അഡ്രസ്സിലല്ല, ഒരു വ്യക്തിയുടെയും അഡ്രസ്സിലല്ലാതെ സ്വന്തമായിട്ട് ജീവിച്ച് കാണിക്കുകയാണ് നമ്മുടെ മഞ്ജു വാര്യർ ചെയ്യുന്നത്. ഇതുപോലുള്ള മോട്ടിവേഷൻ, ഇതുപോലെ നല്ല നല്ല കാര്യങ്ങളുള്ള നമ്മുടെ എന്താ പറയുന്നത്, നമ്മൾക്ക് മാർഗദർശിയായിട്ടുള്ള നമ്മുടെ സൂപ്പർ സ്റ്റാർ മഞ്ജു വാര്യർക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു, എല്ലാവിധ സപ്പോർട്ടുകളും നേരുന്നു. വളരെ നന്ദി പറയുന്നു.